സത്യപ്രതിജ്ഞാ ചടങ്ങ് പൂർത്തിയാക്കി. ആ സത്യപ്രതിജ്ഞാ ചടങ്ങ് പൂർത്തിയായതിനു ശേഷം മുഖ്യമന്ത്രിയും മന്ത്രിമാരും രാജ്ഭവനിലേക്ക് പോയി, ലോക് ഭവനിലേക്ക് പോയി. അവിടെ ചായ സൽക്കാരത്തിൽ പങ്കെടുത്തു. അതിനുശേഷം എത്തി. ഇനിയിപ്പോൾ സെക്രട്ടേറിയറ്റിലെ അദ്ദേഹം ചുമതലയേറ്റ ശേഷം അടുത്ത നടപടി എന്ന് പറയുന്നത് മന്ത്രിസഭാ യോഗമാണ്. ഇങ്ങനെ ഓരോ മന്ത്രിമാരും ഇപ്പോൾ മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ ചേംബറിലെത്തി അധികാരം ഏറ്റെടുത്തതുപോലെ ഓരോ മന്ത്രിമാരും അവർക്ക് അലോട്ട് ചെയ്തിരിക്കുന്ന ചേംബറുകളിലേക്ക്, അവരുടെ ഓഫീസുകളിലേക്ക് ചെന്ന് അവിടെ അധികാരം ഏറ്റെടുക്കും. അധികാരം ഏറ്റെടുത്ത ശേഷം മന്ത്രിമാർ നേരെ ക്യാബിനറ്റ് മുറിയിലേക്ക് വരും. മന്ത്രിസഭാ യോഗം നടക്കുന്ന മുറിയിലേക്ക് വരും. ആദ്യ മന്ത്രിസഭാ യോഗം അതിനുശേഷം ചേരും എന്നുള്ളതാണ്. ഇപ്പോൾ അങ്ങനെ മുഖ്യമന്ത്രി അധികാരം ഏറ്റെടുത്തതുപോലെ തന്നെ ഓരോ ഓഫീസുകളിലും അതാത് മന്ത്രിമാർ ചുമതല ഏൽക്കുകയാണ്. ചീഫ് സെക്രട്ടറി മുഖ്യമന്ത്രി അവിടേക്ക് സ്വീകരിച്ചു. ചീഫ് സെക്രട്ടറി ജയതിലക് അവിടെ സ്വീകരിക്കുന്ന ദൃശ്യങ്ങളൊക്കെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഈ അടുത്തത് ഉടൻ തന്നെ ക്യാബിനറ്റ് യോഗം, മുഖ്യമന്ത്രി UDF സർക്കാരിൻ്റെ ആദ്യ മന്ത്രിസഭാ യോഗം ചേരും. ആ മന്ത്രിസഭാ യോഗം വളരെ പ്രധാനപ്പെട്ടതാണ്. നിരവധി പ്രഖ്യാപനങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്. ഏതായാലും ആ മന്ത്രിസഭാ യോഗം ഉടൻ തന്നെ ചേരുകയും ചെയ്യും. ഏതായാലും സത്യപ്രതിജ്ഞ കഴിഞ്ഞ് അധികാരമേറ്റതിനു ശേഷം ഇപ്പോൾ മുഖ്യമന്ത്രി VD സതീശൻ സെക്രട്ടേറിയറ്റിലെത്തി ചുമതല ഏറ്റെടുക്കുകയാണ്. ഓഫീസിലെത്തിയാണ് ഇപ്പോൾ അദ്ദേഹം ചുമതല ഏറ്റെടുക്കുന്നത്. അതിനുശേഷം ഇപ്പോൾ ലോക് ഭവനിൽ ഗവർണറുടെ ചായ സൽക്കാരത്തിൽ പങ്കെടുത്തതിന് ശേഷം ഇപ്പോൾ സെക്രട്ടേറിയറ്റിലെത്തി അദ്ദേഹം ചുമതല ഏറ്റെടുക്കുകയാണ്. മറ്റു മന്ത്രിമാരും ഇനി അല്പസമയത്തിനകം തന്നെ ചുമതലയേൽക്കും. ഏതായാലും അതിനുശേഷം മന്ത്രിസഭാ യോഗം ചേരും. അതിൽ ഈ ഒരു ജനപ്രിയ പ്രഖ്യാപനങ്ങളടക്കം ഉണ്ടാകുമോ എന്നത് തന്നെയാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഏതായാലും ഇപ്പോൾ മുഖ്യമന്ത്രി VD സതീശൻ ഇപ്പോൾ സെക്രട്ടേറിയറ്റിലെത്തി ചുമതല ഏറ്റെടുക്കുകയാണ്.